നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന് തുറന്നു സമ്മതിച്ച് കേന്ദ്രം. രണ്ടിടത്ത് ക്രമക്കേടുണ്ടായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തി. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ സുതാര്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തുവന്നത്. രണ്ടിടത്ത് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയെന്നാണ് ഒഡീഷയിലെ സാമ്പൽപൂരിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണത്തിലെ വെളിപ്പെടുത്തൽ. കുറ്റം ചെയ്തവർ എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പ്രതികരിച്ചു. दूसरा, 2 जगह पे कुछ गड़बड़ियों की भी ध्यान आई है. मैं छात्रों को और अभिभावकों को आश्वस्त करता हूं. അതേസമയം ഇതാദ്യമായാണ് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്രം സമ്മതിക്കുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര ഏജൻസിയായ NTA സുതാര്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിദ്യാഭ്യാസ നയത്തിന്റെ പോരായ്മയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടെന്ന ആരോപണവും ശക്തമാകുന്നു. മെയ് 5 നടന്ന നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെന്നും ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകത ഉണ്ടെന്നുമായിരുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ചത്. പരീക്ഷയിൽ 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. രാജ്യത്തെ സുപ്രധാന പരീക്ഷകൾ പോലും BJP അട്ടിമറിക്കുന്നതിലൂടെ ഇരയാക്കപ്പെടുന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. കൈരളി ന്യൂസ്, ദില്ലി.